സാറേ, ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മൂന്ന് പാർട്ടികളും പുതുമുഖങ്ങളുമായിരിക്കും രംഗത്ത് വരുന്നത്. കാരണം നേതൃത്വം മുഴുവനായിട്ട് മാറുകയാണ്. BJP ആയാലും അതോടൊപ്പം തന്നെ CPM ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ എല്ലാ നേതൃത്വവും മാറുകയാണ്. അപ്പോൾ ആ നേതൃത്വ മാറ്റവുമായിരിക്കും ഇനി ജനങ്ങളെ സമീപിക്കുക. മൂന്ന് മുന്നണികളിലും ഏതാണ്ട് നേതൃമാറ്റത്തിൻ്റെ ഒരു വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്തിപ്പോൾ നമ്മൾ CPMൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മുഖ്യ പാർട്ടികളിലെ നേതൃമാറ്റമാണല്ലോ പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. CPMൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനമാണ്. അതിൽ MV ഗോവിന്ദൻ തുടരുമോ ഇല്ലയോ? അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും 2026 പിണറായി വീണ്ടും തുടരുമോ? വീണ്ടും തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരം കിട്ടിയാൽ പിണറായി ആയിരിക്കുമോ എന്നുള്ളതും വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. പാർട്ടിയിൽ അത് ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പിണറായി ഇപ്പോൾ മാറി നിന്നാൽ പിണറായിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ PB അംഗങ്ങളായിട്ടുള്ള MV ഗോവിന്ദന്, MA ബേബി, വിജയരാഘവൻ എന്നിവരുടെ പേരുകളാണ് പാർട്ടിയുടെ സംഘടനാ ശ്രേണി കണക്കിലെടുക്കുമ്പോൾ ഉയരുന്നത്. അത് എത്രത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ളത് നമുക്ക് പിന്നീട് മാത്രം കണ്ടെത്തേണ്ട കാര്യമാണ്. ഒരുപക്ഷെ CPM തന്നെ, LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. പിന്നെ ഇനി ഒരു 15 മാസം കൂടിയുണ്ട്. ആ 15 മാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. മറ്റൊരു തെരഞ്ഞെടുപ്പും വരുന്നുണ്ടല്ലോ. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേറൊരു തരത്തിലാണ്. ഇതുമായിട്ട് നമുക്ക് ഒരു മിക്സ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ അതൊരു വളരെ ചർച്ചയാകുന്ന കാര്യമാണ്. അതിനകത്തൊരു പ്രാദേശിക കാര്യങ്ങളായിരിക്കും പലപ്പോഴും നിഴലിക്കുന്നത്. അല്ല, മറ്റൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കിയതിന് ശേഷമാണ് പിണറായി 2 CPM 2 എന്ന് ചർച്ച ചെയ്തു തുടങ്ങിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അത് തദ്ദേശം മുഴുവൻ തോറ്റു കഴിഞ്ഞാൽ അവർ കണക്കിലെടുക്കത്തില്ല. അത് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. അവരുടെ കയ്യിൽ ചില കോർപ്പറേഷൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നഗരസഭ മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ നമുക്കറിയാം അവരുടെ കൈകളിലാണ്. ഇനി അത് പോകാതെ സംരക്ഷിക്കണം. തൃശ്ശൂരും തിരുവനന്തപുരവും അവരുടെ അടുക്കലേക്ക് നിൽക്കുകയാണ്. അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളും അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായി മാറും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ CPMനകത്തെ നേതൃമാറ്റം അത് ഏത് തരത്തിൽ ആയിരിക്കും എന്നുള്ളത് ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നീട് പിണറായി വിജയൻ തുടരുമോ? 2026 ആകുമ്പോഴേക്കും 81 വയസ്സാകും പിണറായി വിജയന്. അപ്പോൾ പാർട്ടി എന്തായിരിക്കും നിഷ്കർഷിക്കാൻ പോകുന്നതെന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് മറ്റ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസിലെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ എങ്ങനെയെങ്കിലും ആ പാർട്ടി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ചിലർ കാണുന്ന കാര്യം. സുധാകരനെ സംബന്ധിച്ചിടത്തോളം പഴയ ആ ഒരു വീര്യവും ശൗര്യവും ഒക്കെ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നേർക്ക് നേർ നിന്ന് പൊരുതാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള തരത്തിലേക്ക് മാറുകയാണ്. പിന്നെ 50 വയസ്സിൽ താഴെ ഉള്ള ആരെയെങ്കിലും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും കോൺഗ്രസിനകത്ത് ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അത് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വളരെ മുതിർന്ന ഒരാളെ മാറ്റി നിർത്തിയാൽ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സുധാകരനെ തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുധാകരൻ്റെ പലപ്പോഴും ഈ അനാരോഗ്യവും ചില ഓർമ്മക്കുറവും ഒക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്നത് പല പേരുകളും ഉയരുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് ഉയരുന്നുണ്ട്. പിന്നെ
നമ്മുടെ അടൂർ പ്രകാശൊക്കെ സുസമ്മതനായിട്ടുള്ളതാണ്. കാരണം ഈ ഈഴവ സമുദായത്തിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്നും പാർട്ടിയിലെ ഘടകകക്ഷി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. CMPയിലെ CP ജോൺ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഈഴവ സമുദായത്തെ മാറ്റി നിർത്താൻ പാടില്ല, UDF-നകത്ത് വലിയ സ്വാധീനം അവർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കൂടുതലായിട്ടും ഒരു കാലത്ത് CPM-നായിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അത് BJP-യിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ ഇപ്പം അടൂർ പ്രകാശിന്, കൊടിക്കുന്നിൽ സുരേഷ്, ഒരു ദളിതൻ എന്നുള്ള രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിന് പരിഗണന കൊടുക്കണം, അത്തരത്തിലും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പേരുകൾ, MM ഹസൻ്റെ പേരും, MM ഹസന് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന് പരിചിതനാണ്, ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണയും ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരും ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് BJP അവരവരുടെ സംഘടനാ സംവിധാനത്തിൽ തന്നെ വളരെ വിപുലീകരണം വരുത്തുകയാണ്. അതായത് ഈ കേരളത്തിലെ 14 ജില്ലകളുള്ളത് BJP-യുടെ കണക്കിൽ ഇനി അത് 30 ജില്ലകളായിട്ട് മാറുകയാണ്. ഒരു ജില്ലയിൽ തന്നെ 3 പ്രസിഡന്റുമാരെ വരെ നിയമിച്ചിട്ടുണ്ട് വലിയ ജില്ലകളിലേക്ക്. നമുക്കറിയാം, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും, നേതൃത്വത്തിന് സാധിക്കും എന്നാണ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരത്തിൽ കൂടുതൽ പ്രസിഡന്റുമാരെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിത്തട്ട് മുതൽ ഇങ്ങനെ പുനഃസംവിധാനം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ സുരേന്ദ്രൻ ഏതാണ്ട് ഒരു ടേം പൂർത്തിയാക്കി, അത് 3 വർഷം, പിന്നീട് 2 വർഷം കൂടെ കഴിഞ്ഞു, അങ്ങനെ 5 വർഷമായി. അപ്പോൾ സുരേന്ദ്രൻ എന്തായാലും മാറിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ള ചോദ്യം ഏറെക്കാലമായിട്ട് ഉയരുകയാണ്. MT രമേശിൻ്റെ പേര് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് കുറേ കാലമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. എവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും എവിടെയും ശോഭാ സുരേന്ദ്രന് ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ള പേര്. അതുപോലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന് വേണം. ഈ ശോഭാ സുരേന്ദ്രൻ വന്നാലും MT രമേശ് വന്നാലും താഴെത്തട്ടിലുള്ള നേതാക്കളുടെ ഇടയിലുള്ള വിഭാഗീയത മാറിക്കിട്ടുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJP ഇനിയിപ്പോൾ വലിയ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർക്ക് തിരുവനന്തപുരം, തൃശ്ശൂരും അവർക്ക് നേടിയെടുക്കണം, നഗരസഭ. അതുപോലെ നിരവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കണം, മുനിസിപ്പാലിറ്റി ഉള്ളത് നിലനിർത്തണം, കൂടുതൽ പിടിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനാ സംവിധാനത്തിലൊക്കെ വലിയ മാറ്റം വരുത്തി നേതൃമാറ്റവും ഉണ്ടാകണമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ജനപിന്തുണ ആർക്കാണ് എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണ രീതിയും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ബി ജെ പി കേരള ഘടകത്തിന് വളർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം 2026 വളരെ നിർണായകമായതുകൊണ്ട് ഇപ്പോഴേ ഈ മുഖ്യ പാർട്ടികളിലൊക്കെ തന്നെ നേതൃമാറ്റം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.